പരിശുദ്ധ അമ്മ മാതാവിലൂടെ ത്രിയേക ദൈവം രൂപം കൊടുക്കുന്ന സഭയുടെ ഈ വിശ്വസ്ത സാക്ഷികള്, കർത്താവിന്റെ ഈ ധീര യോദ്ധാക്കള്, അമ്മ മാതാവിന്റെ ഈ സൈന്യം, എന്താണ് അവരുടെ സവിശേഷതകൾ? പ്രവാചകാത്മാവിൽ ജീവിക്കുന്ന ഇവരുടെ 3 സവിശേഷതകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഈ അഭിഷേക നിറവുള്ള അന്ത്യകാല പ്രേക്ഷിത ചൈതന്യം സ്വന്തമാക്കുന്ന കർത്താവിൻ്റെ ജനം, ഒന്നാമതായി നാം തിരിച്ചറിയുക, അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിത ചൈതന്യമുള്ളവർ. അവരിലാണ് പ്രവാചകാത്മാവ് അധിവസിക്കുന്നത്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ആർക്കു വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോകത്തിന് വേണ്ടി സംസാരിക്കേണ്ടവരല്ല നമ്മൾ. ഇന്ന് മറ്റ് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് കാണുന്നുണ്ട്. ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി, ഭൗതിക ഉയർച്ചകൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി ഇന്ന് വാ തോരാതെ സംസാരിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ സമയം തന്നെ ഈ തലമുറയിൽ പ്രവാചകാത്മാവിൽ നിറഞ്ഞ് ആരെല്ലാം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നുവോ, ആരെല്ലാം ദൈവമായ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നുവോ, അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചൈതന്യം നമ്മൾ സ്വന്തമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ സംസാര വിഷയം ഇന്ന് എന്താ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ. വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ തിരുവചന ഭാഗത്തോട്ട് വരാം. ആമോസിന്റെ പ്രവചനം 3:8 എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? ആമോസ് 3:8, സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, സിംഹം ഗർജിച്ചാൽ ആരാണ് ഭയപ്പെടാതിരിക്കുക? ഇതുപോലെ ദൈവം സംസാരിച്ചാൽ ആർക്കാണ് പ്രവചിക്കാതിരിക്കാൻ കഴിയുക? ദൈവം സംസാരിക്കുമ്പോൾ പ്രവചനങ്ങൾ വെളിപ്പെടുകയാണ്. ദൈവം സംസാരിക്കുമ്പോൾ പ്രവാചക ആത്മാവ് വെളിപ്പെടുകയാണ്. ജെറമ്യ പ്രവാചകനൊക്കെ പറയുന്നില്ല, ഇനി ഞാൻ മേലിൽ കർത്താവിനെ കുറിച്ച് സംസാരിക്കില്ല. ഇതൊക്കെ ചിന്തിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പ്രവാചകനെ നിർബന്ധിക്കുകയാണ്, ഫോഴ്സ് ചെയ്യുകയാണ്, നിർബന്ധിക്കുകയാണ്. പ്രവാചകൻ പറയാ, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. എന്റെ സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ആ വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് ജെറമിയയുടെ ദൈവം പറഞ്ഞത്, ജെറമിയ പ്രവചനം 1:7 എന്താ വചനം പഠിപ്പിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം. ദൈവം പറയാണ് ജെറമിയയോട്, നീ എനിക്ക് വേണ്ടി സംസാരിക്കണം, നീ എന്റെ പക്ഷത്ത് നിൽക്കണം, നീ എനിക്ക് വേണ്ടി സംസാരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ഭയം കൂടാതെ ലോകത്തെ നോക്കാതെ, മനുഷ്യരെ ശ്രദ്ധിക്കാതെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിത ചൈതന്യമുള്ളവർ. അവരിലാണ് പ്രവാചകാത്മാവ് വസിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു. നമുക്ക് ആ തിരുവചനത്തിലേക്ക് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കാം. എസെക്കിയേൽ 3:17 എസെക്കിയേൽ പ്രവചനം 3:17. ദൈവം എസെക്കിയേലിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? എസെക്കിയേൽ, എന്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത്
അവരെ അറിയിക്കണം. എന്റെ ജനത്തെ അറിയിക്കണം, എന്റെ ജനത്തെ അറിയിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇന്ന് സഭയ്ക്ക് ആവശ്യം ഈ ദൈവ ശബ്ദമാണ്. ആമേൻ. ഈ പ്രവാചക ശബ്ദമാണ് സഭയിൽ മുഴങ്ങേണ്ടത്. ഹല്ലേലൂയ. പ്രവാചക ശബ്ദം സഭയിൽ മുഴങ്ങുന്നില്ലെങ്കിൽ സഭ ഇരുട്ടിലാകുമെന്ന് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിക സഭയെ പഠിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് പീറ്റർ, പത്രോസ് എഴുതി രണ്ടാമത്തെ ലേഖനം 1:19. നമുക്ക് പെട്ടെന്ന് വചനഭാഗം വായിക്കാം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ ശ്രദ്ധിക്കണമേ, ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുളിൽ ഇല്ല, ഒരു സെക്കൻഡ് ശ്രദ്ധിച്ച വചനം. ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് പ്രവാചക വചനം, പ്രൊഫറ്റിക് വേർഡ്സ്. അപ്പൊ എന്റെ സഹോദരങ്ങളെ, സഭയിൽ യഥാവിധി ഈ പ്രവാചക വചനങ്ങൾ മുഴുകുന്നില്ലെങ്കിൽ, സഭയിൽ പ്രവാചക ശബ്ദം ഉണരുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയാം, സഭ അന്ധകാരത്തിലാകും. ദൈവത്തിന്റെ ആലോചന തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ വരും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ നമ്മൾ പതുക്കെ അന്ധകാരത്തിന്റെ പിടിയിലാകും. നമ്മുടെ ജീവിതം മന്ദതയുള്ള ജീവിതമാകും. ഉണർവ് നഷ്ടപ്പെടും, വിശുദ്ധി നഷ്ടപ്പെടും, വിശ്വാസ ക്ഷയം സംഭവിക്കും. അനൈക്യവും ഭിന്നതയും വിഭാഗീയതയും എല്ലാം കടന്നുകൂടും. ഈ നാളുകളിൽ സഭയ്ക്ക് ആവശ്യം കർത്താവിന്റെ ജീവനുള്ള ശബ്ദം സഭയിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാ പറയില്ലെങ്കിൽ സഭ ഇരുട്ടിലാകും.